എല്ലാവർക്കും ടിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൈലറിംഗ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബോട്ടം വെട്ടാനായിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബോട്ടം ബോട്ടം എങ്ങനെ വെട്ടുന്നതെന്ന് കാണിക്കാൻ പോവേ. ഇതാണ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന പടം, മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ പഠിക്കുന്ന സംഭവം. നമുക്ക് ഒരു ബോട്ടം തയ്ക്കാൻ ആകെ ഇറക്കം, അത് ഇവിടുന്ന് ഇവിടെ വരെ ആകെ ഇറക്കം, ആകെ വണ്ണം, അത് ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് ആകെ വണ്ണം. ഈ ആകെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ ആകെ വണ്ണത്തിൻ്റെ കൂടെ 8 ഇഞ്ച് കൂട്ടി അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടുന്ന ഇത് ആകെ വണ്ണം. അത് ഒരാൾ വന്ന് പിന്നെ അളവെടുത്താൽ ആകെ വണ്ണം എന്ന് പറയുന്നത് ഒരാൾ വന്ന് അളവെടുത്താൽ ആകെ വണ്ണത്തിൻ്റെ കൂടെ 8 ഇഞ്ചും കൂടെ കൂട്ടി 2 ഇഞ്ചും കൂടെ കൂട്ടണം, മനസ്സിലായോ? അതേസമയം ഒരു ബോട്ടം തന്നാൽ നമുക്ക് ഈ അളവ് തന്നാൽ നമ്മളുടെ ഈ സെയിം അളവ് തന്നെ ഇട്ട് വെട്ടണം. എടുത്തിട്ട് ഇതിപ്പോ 18 അല്ലയോ, 36 എടുക്കുമോ? അതെ, സെയിം അളവ്, മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് വേണ്ട അളവെന്ന് പറയുന്നത് ഇത് ബെൽറ്റ് എന്ന് പറയും. ബെൽറ്റിൻ്റെ ഈ അളവ് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ട അളവെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഇൻസൈഡിൻ്റെ അളവ്, പിന്നെ വേണ്ടത് ലൂസ്, പിന്നെ വേണ്ടത് ഈ ആംഗിളിൻ്റെ അവിടുത്തെ അളവ്. ഇത്ര അളവുകൾ വേണം നമുക്ക് ഒരു ബോട്ടം തയ്ക്കാൻ. ആകെ ഇറക്കം, ആകെ വണ്ണം, ബെൽറ്റിൻ്റെ അളവ്, ഇൻസൈഡിലെ അളവ്, ലൂസ്, പിന്നെ ആംഗിളിൻ്റെ അവിടുത്തെ അളവ്, മനസ്സിലായല്ലോ? നമുക്കൊരു ബോട്ടം കിട്ടിയാൽ അതിൻ്റെ അളവെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ആകെ ഇറക്കം. ആകെ ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടെ ഇട്ടിട്ട് പിന്നെ തുണി എടുക്കുന്നത്. ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ്, മനസ്സിലായല്ലോ? ഇത് ആകെ വണ്ണം. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിന്നെ ഒരാൾ വന്ന് അളവെടുക്കുകയാണെങ്കിൽ നമ്മൾ 8 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂടാം. ആകെ വണ്ണത്തിൻ്റെ കൂടെ 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച്, മനസ്സിലായോ? പിന്നെ ബോട്ടം തന്ന അളവെടുക്കുകയാണെങ്കിൽ സെയിം അളവിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയെടുക്കണം. പിന്നെ ഇതെന്ന് പറയുന്നത് ബെൽറ്റിൻ്റെ അളവ്. ഇങ്ങനെയാണ് ഈ ബെൽറ്റ്. ഇത് തയ്ച്ച് വന്നപ്പോൾ ഇത്ര ഉണ്ട്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മളൊക്കെ അളവെടുക്കുന്നത് 8 ഇഞ്ച് ഇട്ടിട്ട്, മനസ്സിലായല്ലോ? ഇത് ഇൻസൈഡിൻ്റെ അളവ്, മനസ്സിലായോ? ഇത് ലൂസ്, മനസ്സിലായോ? ഇത് ആംഗിളിൻ്റെ അടുത്ത അളവ് പ്ലസ് തയ്യൽ തുമ്പ്, മനസ്സിലായല്ലോ? ഇനി കിട്ടിയാൽ നമ്മൾ അകവശം മുകളിൽ വരത്തക്ക രീതിയിലാണ് തുണിയെ മടക്കുന്നത്. അകവശം പിന്നെ മുകളിൽ വരത്തക്ക രീതി തുണിയെ നീളത്തിൽ മടക്കി ആകെ ഇറക്കം എടുത്തിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ മടക്കുക ചെയ്യുന്നത്. അകവശം മുകളിൽ വരത്തക്ക രീതിയിൽ തുണിയെ മടക്കി ആകെ ഇറക്കം എടുത്തു ഒരു പ്രാവശ്യം കൂടെ മടക്കി. എത്ര പുതിയ തുണിയാണെന്ന് പറഞ്ഞാലും അയൺ ചെയ്തിട്ട് തുണി എടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത്, കേട്ടോ. നമുക്ക് എത്ര ഇഞ്ച് ഇറക്കമുള്ള ഒരു ബോട്ടോ തയ്ക്കണ്ടേ? 40 ഇഞ്ച്, 41 ഇഞ്ച്. 41 ഇഞ്ച് ഇറക്കമുള്ള ഒരു ബോട്ടം തയ്ക്കാൻ നമ്മൾ ഇതാണ് നമ്മളുടെ ആകെ ഇറക്കം എന്ന് പറയുന്നത്, മനസ്സിലായോ? അന്നേരം 41 ഇഞ്ച് ഉള്ള ബോട്ടം തയ്ക്കാൻ നമ്മൾ അതിനകത്ത് നിന്ന് 8 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ തുണി എടുക്കാൻ. അതായത് നമ്മൾ എടുക്കുന്ന അളവെന്ന് പറയുന്നത് ഇതാ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള അളവാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഇത് പിന്നെ എടുക്കത്തുള്ളൂ, മനസ്സിലായോ? അന്നേരം 8 ഇഞ്ച് കുറച്ചാൽ എത്ര? 41 8 കുറച്ചാൽ 33 പ്ലസ് 2, അതാണ് നമ്മളുടെ അളവ്. 2 ഇഞ്ച് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ്, മനസ്സിലായല്ലോ? ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന അളവെന്ന് പറയുന്നത് ഇൻസൈഡിൻ്റെ അളവ്. ഇതാണ് എടുക്കാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലൂസ്, ബോട്ടത്തിൻ്റെ ലൂസ്. ഇൻസൈഡിൻ്റെ അളവെന്ന് പറയുന്നത് എത്ര? 9 ഇഞ്ച്. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് അകത്തി ഇവിടെ നമ്മളൊരു ബോക്സ് പോലെ പിന്നെ വരച്ച് ഇതിനെ ഷേപ്പ് ചെയ്യുക, മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേണ്ട അളവെന്ന് പറയുന്നത് ഇത് നമ്മുടെ പടി. ഇനി എടുക്കാൻ പോകുന്ന ഇത് പിന്നെ എന്താ ആംഗിളിൻ്റെ അവിടുത്തെ അളവ് 8 ഇഞ്ച്. മനസ്സിലായല്ലോ? ഈ അളവിന് നമുക്ക് എന്താ അളവില്ല, നമ്മൾ ചരിച്ചങ്ങ് വരയ്ക്കുക ചെയ്യും. ഇത്ര മനസ്സിലായല്ലോ? ഈ എൻഡിന്ന് ഇവിടോട്ട് ഇത്ര മനസ്സിലായല്ലോ? നമുക്ക് വേണ്ടത് പടി, ബെൽറ്റ്. ബെൽറ്റ് എന്ന് പറയുന്നത് ഈ സംഭവം. ഇതിൻ്റെ പിന്നെ ബെൽറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് 8 ഇഞ്ച്, 8 ഇഞ്ച്. ഈ 8 ഇഞ്ച് കൂടുതലിട്ട് വെട്ടിയാൽ നമുക്ക് ഇവിടെ സ്ലിറ്റിൻ്റെ അവിടുന്ന്
നമുക്ക് ഞൊരുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് 8 ഇഞ്ച് കൂടുതലിട്ട് വെട്ടരുത്. ബെൽറ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത്, ആകെ വണ്ണം എന്ന് പറയുന്നത് 42. 42ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 50. 52. തയ്യൽ തുമ്പ് 2 ഇഞ്ച്. ആകെ വണ്ണത്തിൻ്റെ കൂടെ 8 ഇഞ്ച് കൂട്ടി പ്ലസ് 2 ഇഞ്ച് കൂടെ കൂട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ലൂസായിട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ പോലും ചിലപ്പോൾ എനിക്ക് അന്നേരം 10 ഇഞ്ച് കൂട്ടിക്കണം. 10 ഇഞ്ച് പ്ലസ് 2 ആക്കിക്കണം വണ്ണം. മനസ്സിലായോ? അന്നേരം എത്ര കൂടുതൽ വേണ്ടി വരും. ഇവിടെ എല്ലാം ഞൊറിവ് കിട്ടുന്നത് കേട്ടോ. അത് പിന്നെ പറയാം. വെട്ടി തീർന്നു. ഇതാ നമ്മളുടെ ഹാൻഡ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് പീത്തയ്ക്കുള്ള തുണി എടുക്കണം. അത് നമുക്ക് എടുക്കാം.